നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി PV അൻവർ ഉന്നയിച്ച ഉയർത്തിവിട്ട ഒരു വിവാദ കൊടുങ്കാറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ CPM നടക്കുന്ന ചർച്ച തണുത്തില്ല. ഇന്നലെ സുജിത് ദാസ് സസ്പെൻഡ് ചെയ്തതോടെ കുറച്ചുകൂടി ശക്തിയായി. അപ്പോ PV അൻവർ ഇന്നലെ അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു വിക്കറ്റ് വീണു എന്നാണ് ഇട്ടത്. ഒരു വിക്കറ്റ് വീണു. അപ്പം ഒരു വിക്കറ്റ് വീണു, ഇനിയും വീഴാൻ വിക്കറ്റുകൾ ഉണ്ട് എന്ന സൂചനയാണ്. അപ്പോൾ CPM നടക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യം ഇല്ലല്ലോ. ഇല്ല, അത് ഹിറ്റ് വിക്കറ്റ് എന്ന് പറയും. സ്വന്തമായി പുള്ളി എന്തായാലും ഔട്ട് ആകുന്നില്ല, പുള്ളി ബാറ്റ് ചെയ്യും, ക്രീസിൽ തുടരും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ പി ശശിയെ കേന്ദ്രീകരിച്ച് CPM നടക്കുന്ന ചർച്ചകൾ അത് ഏത് വഴിക്ക് നീങ്ങുന്നു. ശശിയിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് പിണറായി വിജയനെയൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ വിവാദം, ഈ ആരോപണങ്ങളൊക്കെ നീങ്ങുന്നത് എന്നൊരു ഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അതിനിടെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. വളരെ നിർണായകമാണ് ആ യോഗം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിവാദങ്ങൾ, MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ, P ശശിക്കെതിരായ ആരോപണങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് വല്ലതും നടക്കും എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നെങ്കിലും എന്തെങ്കിലും നടക്കണം. കാരണം ഇത് വിവാദം ഇങ്ങനെ കത്തിച്ചു വിടുക മാത്രമല്ല, അതിന് എന്തെങ്കിലും ഒരു പരിസമാപ്തിയുണ്ട്. മാത്രമല്ല നമുക്ക് എന്നും ഈ വിവാദത്തിന് പിറകെ പോകാൻ അങ്ങനെയും കൂടെ. പിന്നെ വിജയകുമാർ, നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷമുള്ളത്, ഈ മെയിൻ വേദിയായ ഈ തൃപ്പൂണിത്തുറയിലെ ഈ ഗ്രൗണ്ടില് അല്ലെ ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്. അഥവാ ആളുകൾ കുറച്ചാൽ ഞങ്ങൾ മാധ്യമക്കാരിറങ്ങി ഈ അത്തച്ചമയത്തിന് നല്ല പൊലിപ്പുണ്ടാകും, ഞങ്ങളെ പൊളിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഷഫീദ് റാവുത്തറാണ് ചേരുന്ന വിവരങ്ങളുമായിട്ട്. ഷഫീദ്, ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് സാധാരണ ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും പോകാറുള്ളതല്ല. ഇത്തവണ പതിവിന് വിപരീതമായി ആ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയും ചെയ്തു. നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. അപ്പോൾ P ശശി, അജിത് കുമാർ വിഷയം ഏത് തരത്തിലായിരിക്കും ചർച്ച ചെയ്യുക? എന്തൊക്കെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? വിജയകുമാർ, SKN ഗുഡ് മോർണിംഗ്. അതായത് ഈ PV അൻവറിനെ മുൻനിർത്തിയുള്ള കൊട്ടാര വിപ്ലവം, CPM കൊട്ടാര വിപ്ലവമാണ് ഈ വിവാദങ്ങൾ എന്നുള്ള ചില ചർച്ചകൾ നടന്നിരുന്നത്. അങ്ങനെ തന്നെയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നമുക്കറിയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസമാണ് PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം പുറത്തുന്നയിച്ച ആരോപണങ്ങളുടെ വിശദാംശങ്ങളൊക്കെ പരാതിയായി പാർട്ടിക്ക് മുൻപിൽ നൽകിയത്. ആ പരാതി, അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിക്കും. അതിനുശേഷം നടക്കുന്ന ചർച്ചകൾക്കൊടുവിലായിരിക്കും ഏത് തരത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ പാർട്ടി നടത്തണമെന്നുള്ള കാര്യം തീരുമാനിക്കുക. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് സെക്രട്ടേറിയറ്റിൽ അറിയിച്ചാൽ പിന്നീട് ആ അന്വേഷണത്തിന്റെ ഭാവി എങ്ങനെ എന്നുള്ളതും നിർണായകമായി മാറും. അതിലേറ്റവും പ്രധാനം P ശശിയെയും MR അജിത് കുമാറിനെയും ലക്ഷ്യമിട്ടുള്ള ആരോപണമെങ്കിലും പിണറായി വിജയന്റെ ഭരണത്തിലെ പാർട്ടിയിലെയും അപ്രമാദിത്വമടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതായിരുന്നു പുതിയ നീക്കങ്ങൾ. മാത്രവുമല്ല, PV അൻവർ വിവാദത്തിൽ CPM ഒന്നാകെ ഒരു മൗനത്തിൽ പോയൊരു സാഹചര്യവും അവസ്ഥയും ഒക്കെ ഉണ്ട്. കാരണം സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നാൽ അതിനെ പ്രതിരോധിക്കുകയാണ് രീതി. പക്ഷേ അങ്ങനെ പ്രതിരോധം ആരുടെയും ഭാഗത്ത് നമ്മൾ കാര്യമായി കണ്ടില്ല. എല്ലാം പരിശോധിക്കുമെന്ന സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ മുന്നണി കൺവീനറും പറഞ്ഞതൊഴിച്ചാൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായതുമില്ല. ഈ MV ഗോവിന്ദന്റെ അച്ചടക്ക നടപടിയുടെ വാൾമുനയിൽ വിശ്വസ്തനായ EP ജയരാജന് മുന്നണി കൺവീനർ സ്ഥാനം തെറിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു. ഈ പിണറായി വിജയൻ വളർത്തിയ സൂപ്പർ മുഖ്യമന്ത്രിയാണ് P ശശി എന്നുള്ള ആരോപണം അത് പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും P ശശിക്കെതിരെ ഒരു ആരോപണം പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ അത് മറ്റംഗങ്ങൾ എങ്ങനെ അക്കാര്യത്തിൽ നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമായി മാറും. പ്രത്യേകിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് എന്നുപോലും വിമർശനം ആഭ്യന്തര വകുപ്പിനും അതുവഴി മുഖ്യമന്ത്രിക്കും കേൾക്കേണ്ടി വന്നു. ഏതായാലും സെക്രട്ടേറിയറ്റിൽ P ശശിയോട് വിശദീകരണമെങ്കിലും ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് തുല്യമാകും. ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിനെ മെരുക്കാനുള്ള പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം എന്നുള്ള തരത്തിലേക്ക് വിലയിരുത്തൽ പോവുകയും ചെയ്യും. ഏതായാലും സെക്രട്ടേറിയറ്റ് രാവിലെ 10 മണിക്ക് ചേരും. ആ 10 മണിക്ക് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ചയാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. SKN വിജയകുമാർ.